നമ്മൾ ദോശ മാവ് വെച്ചിട്ട് അതിനകത്ത് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, തക്കാളി, സവാള. ഇത് മുരിങ്ങയിലയാണ്. ഇന്ന് ഈ ട്രിക്ക് വഴിയാണ് മുരിങ്ങയില നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത്. മൂത്ത ആളടുത്ത് കളി നടക്കത്തില്ല, ഇളയ കുഞ്ഞുങ്ങളെ നമുക്ക് ഇങ്ങനെ പറ്റിക്കാം. അതിന് വേണ്ടിയിട്ട് ദോശമാവ്, ഇന്നലെ അരച്ച ദോശമാവ് അതും എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഊത്തപ്പം പാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് നമ്മളങ്ങനെ ഇട്ട് കൊടുക്കും. നെയ്യോ ബട്ടറോ എന്തെങ്കിലും ആയാലും മതി, കുറച്ച് മതി. അതൊന്ന് അടിപ്പിടിക്കത്തില്ല, നോൺ സ്റ്റിക്കിൻ്റെ പാന, എന്നാലും നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് ഇട്ട് കൊടുക്കും. ഈ പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, തീ കുറച്ചുകൂടെ വന്നിട്ട് കൊടുക്കുക. സിമ്മിലാണ് ഞാൻ ഇട്ടുന്നത്. ചൂടായോ? ചൂടായിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ഷേപ്പിന് ഇത് കിട്ടും. ഇത് ഷേപ്പ് കണ്ടിട്ട് മക്കൾ ഇത് കഴിച്ചോളൂ. തീ ഒന്ന് സിമ്മിലിടണം. നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കുറച്ചായിട്ടിട്ട് കൊടുക്കണം. ഇങ്ങനെയൊക്കെ നമുക്ക് ഇവരെ പറ്റിച്ചിലൊക്കെ ഉള്ളി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ മുരിങ്ങയിലൊന്നും തോരൻ വെച്ച് കൊടുത്താൽ ഇവിടെ ഒന്നും ആരും കഴിക്കത്തില്ല. ഇതാകുമ്പോൾ കുറച്ച് കളർഫുള്ളും ആവും. മുരിങ്ങയില അരിയുമ്പോൾ അതുപോലെ വളരെ ചെറുതായിട്ട് അരിയാൻ നോക്കണേ. കാര്യം ഇതിന് കുറച്ചൊരു വേവുണ്ടല്ലോ, ഇലയാണെങ്കിലും അതിനൊരു വേവുണ്ടല്ലോ. കുറച്ച് സവാള കുറച്ചിട്ട് കൊടുക്കണം. എല്ലാം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. തക്കാളി വെച്ചിട്ട് ഭംഗിക്ക് നിങ്ങളുടെ ഇതിൽ നിങ്ങളതിൻ്റെ രീതിക്ക് അത് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു പിസ്സയുടെ പോലത്തെ ഒരു ലുക്കുണ്ട്. ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് സിമ്മിലിടണേ. സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. ഈ സംഭവം ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാ. ഇത് തിരിച്ചിടാനാണെന്ന് തോന്നുന്നു, അതിനകത്ത് ഇരുന്നതാ. ഞാൻ എന്തായാലും അത് വെച്ച് തിരിച്ചിടുക. എന്തായാലും ഒന്നും ഫ്ലോപ്പായില്ല. നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ ഇങ്ങനെയൊക്കെ കൊടുത്തു വിട്ടാൽ അവർ ഇങ്ങനെ കളർഫുള്ളായിട്ടൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അവരങ്ങ് കഴിച്ചോളും. സംഭവം ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചാണ് ഈ പാന്. വലിയ റേറ്റ് ഒന്നുമില്ല, എനിക്ക് തോന്നുന്നു 200 രൂപ താഴെ എന്തോ വരുന്നുള്ളൂ. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടെ ഇങ്ങനെ സൈഡിലോട്ടാക്കി, അടിയിൽ പിടിക്കാതെ കുറച്ച് നെയ്യുണ്ട്. ബട്ടർ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. ചില പിള്ളേർക്ക് നെയ്യുടെ സ്മെല്ല് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.